സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ദിസ് മെഡിസിൻ വാസ് പ്രോസ്ക്രൈബ്ഡ് 2 years ago. ദ അണ്ടർലൈൻഡ് വേർഡ് മീൻസ് ഡാഷ്. അതായത് തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോസ്ക്രൈബ്ഡ് എന്നതിന്റെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെവലപ്ഡ് ഓപ്ഷനിലുണ്ട്, ഇൻഡസ്ട്രിയലി മാനുഫാക്ചർഡ് ഓപ്ഷനിലുണ്ട്, പ്രൊഹിബിറ്റഡ് ഓപ്ഷനിലുണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പൊ നോക്കിയേ, പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൂടെ സജസ്റ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. എന്നാൽ പ്രോസ്ക്രൈബ്ഡ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫോർബീഡ് ചെയ്യുക, വിലക്കുക എന്നാണ്. നമുക്ക് ഓപ്ഷനിൽ സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രോസ്ക്രൈബ്ഡ് മീൻസ് ഫോർബീഡ് ചെയ്യുക, വിലക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത്. മറ്റൊരു ചോദ്യം നോക്കിയേ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹി സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ്. നോക്ക്, അപ്പോസ്ട്രഫി ഇട്ടിട്ട് വി ഇ ഇട്ട് കഴിഞ്ഞാൽ ഹാവ് എന്ന് നമുക്ക് വായിക്കാം. ഐ ഹാവ് ഫിനിഷ്ഡ്, അതൊരു ഷോർട്ട് ഫോം ആണ്. അപ്പൊ ഈ ഒരു സെന്റൻസിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേറെ ഒന്നുമില്ല, ഹാവ് വരുന്ന സെന്റൻസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഹാഡ് ആക്കി കൊടുക്കുക. അപ്പൊ നോക്കിയാൽ നമുക്ക് ഹാഡ് വരുന്ന ഏതാണ് ഓപ്ഷൻ? ഒന്നാമത്തെ ഓപ്ഷനിൽ ഹി സെഡ് ദാറ്റ് ഹി ഹാസ് ഫിനിഷ്ഡ് എന്നാണ്, ഹാസ് ആണ് കിടക്കുന്ന, വരില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ ഹി സെഡ് ഹി ഈസ് ആണ്, വരില്ല. മൂന്നാമത്തേല് ഹി സെഡ് ദാറ്റ് ഹി ഫിനിഷ്ഡ് എന്നാണ് കിടക്കുന്നത്, ഹാഡ് വന്നിട്ടില്ല. നാലാമത്തേല് ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ്, ഹാഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരം ഏത് വരുന്നോടെ? ഡി ഓപ്ഷൻ. നോക്കിയേ, റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തില് ഒരു റിപ്പോർട്ടിംഗ് റൂൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. റിപ്പോർട്ടിംഗ് റൂള് എന്താണ്? തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടാന്ന് നോക്കുക. ആ ഓക്സിലറി വെർബ് പ്രസന്റ് ആണോ നോക്കുക. ആ ഓക്സിലറി എന്താണോ നോക്കുക, പ്രസന്റ് ഓക്സിലറി വെർബ് ആണോ നോക്കുക. എങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തില് ഓക്സിലറി വെർബിന് എന്താക്കുക? പാസ്റ്റ് ആക്കി കൊടുക്കുക. ഓക്സിലറി എന്തായി കൊടുക്കുക? പാസ്റ്റ് ആക്കുക. അതായത് ഈസ് ആന്ന് വരുന്ന സെന്റൻസുകളാണ് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ വാസ് ആക്കി കൊടുക്കുക. ആറാണെങ്കിൽ വേറാക്കുക. ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ് ആക്കുക. ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതുക. വില്ലാണെങ്കിൽ വുഡ്. ഷാളാണെങ്കിൽ ഷുഡ് ആക്കുക. ക്യാൻ ആണെങ്കിൽ കുഡ്. മേ ആണെങ്കിൽ മൈറ്റ്. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കുക. രണ്ടാമത് മറ്റൊരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്ന ചോദ്യത്തില് വാസ് അല്ലെങ്കിൽ വേറുണ്ടാന്ന് നോക്കുക. വാസ് അല്ലെങ്കിൽ വേറുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ വാസിനെ വേറിനെ എടുത്ത് മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് ഹാഡ് ബീൻ ആക്കുക. വാസോർ വേറാണ് വരുന്നതെങ്കിൽ ഹാഡ് ബീൻ ആക്കുക. അതുപോലെ സിമ്പിൾ പ്രസന്റ് വെർബ് വി വണ്ണോ അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ വാക്ക്, ഈറ്റ്, സ്ലീപ്പ് ഇങ്ങനെ വരുന്ന വെർബ് വി വൺ വരുന്ന സെന്റൻസ്, അല്ലെങ്കിൽ വാക്സ്, ഈറ്റ്സ്, സിങ്സ് ഇങ്ങനെ വരുന്ന സെന്റൻസുകൾ, ഇത്തരത്തിലുള്ള വെർബുകൾ മാത്രം വരുന്ന സെന്റൻസ്, അല്ലെങ്കിൽ ഡു ഡെസ് ഒക്കെ വരുന്ന സെന്റൻസ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇതിനെല്ലാം എടുത്ത് മാറ്റിയിട്ട് വെർബിന് എന്താക്കാം? വി ടു ആക്കുക. അതുപോലെ വി ടു അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ എന്താക്കാം? ഹാഡ് പ്ലസ് വി ത്രീ ആക്കുക. അതായത് വാക്ഡ് എന്നോ ഒക്കെയാണ് കിടക്കുന്നതെങ്കിൽ ഹാഡ് വാക്ഡ് ആക്കുക. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ ഓക്സിലറി വെർബിനെ പാസ്റ്റ് ആക്കുക. വാസ് അല്ലെങ്കിൽ വേറാണ് വരുന്നതെങ്കിൽ അതിനെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് ഹാഡ് ബീൻ ആക്കുക. വി വൺ അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡെസ് ആണ് വരുന്നതെങ്കിൽ വി ടു ആക്കുക. വി ടു അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഹാഡ് പ്ലസ് വി ത്രീ ആക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ഏത് ഉത്തരം വരുന്നു? ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. മറ്റൊരു ചോദ്യം നോക്കി. ദ ബസ് സ്റ്റോപ്പ് ഈസ് നിയർ ഡാഷ് ബ്രാക്കറ്റിൽ വി എന്ന പ്രോനൗൺ തന്നിട്ടുണ്ട്. ഹൗസ്. ചൂസ് ദ കറക്റ്റ് പൊസസീവ് പ്രൊനൗൺ ടു ഫിൽ അപ്പ് ദ ബ്ലാങ്ക്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ വിയുടെ പൊസസീവ് പ്രൊനൗൺ ഉപയോഗിച്ച് ഫില്ലപ്പ് ചെയ്യാനാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ വിയുടെ പൊസസീവ് പ്രൊനൗൺ ഏതാണെന്ന് ചോദിച്ചാൽ അവർ ആണ്. നമുക്ക് ഡി ഓപ്ഷൻ ആയിട്ടുള്ള അവർ വരുന്നു. ഇവിടെ പ്രോനൗണുകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐ, വി, അതുപോലെ യു, ഐ വി യു, അതുപോലെ ഹി, ഷീ, ഇറ്റ്, ദേ ഏതൊക്കെയാണ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക്? ഐ വി യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇനി ഇവിടെ ഒബ്ജക്റ്റ് രൂപം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഒബ്ജക്റ്റ് രൂപം ഐയുടെ ഒബ്ജക്റ്റ് രൂപമാണ് മീ എന്ന് പറയുന്നത്. വിയുടെ ഒബ്ജക്റ്റ് രൂപമാണ് എന്ത്? മീ.
അസ് എന്ന് പറയുന്നത് യു ആണെങ്കിൽ യു തന്നെ, ഹി ആണെങ്കിൽ ഹിം ആണ്, ഷീ ആണെങ്കിൽ ഹെർ ആണ്, ഇറ്റ് ആണെങ്കിൽ എന്ത് തന്നെ ഇറ്റ് തന്നെ, ദേ ആണെങ്കിൽ ദം. പറഞ്ഞേ, ഐയുടെ ഒബ്ജക്റ്റ് ഇപ്പം മീ, വി ആണെങ്കിൽ അസ്, യു തന്നെ, ഹി ആണെങ്കിൽ ഹിം, ഷീ ആണെങ്കിൽ ഹെർ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ, ദേ ആണെങ്കിൽ ദം. ഇനി ഇവയുടെ പൊസസീവ് അഡ്ജക്റ്റീവ് രൂപങ്ങളുണ്ട്. ഇവയുടെ പൊസസീവ് അഡ്ജക്റ്റീവ് രൂപങ്ങളാണെങ്കിൽ ഐ ആണെങ്കിൽ ഐയുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് മൈ, അതുപോലെ അവർ, അതുപോലെ യുവർ, അതുപോലെ ഹിസ്, ഹെർ, ഇറ്റ്സ്, ദയർ. ഏതൊക്കെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദയർ. ഇനി ഇവയുടെ പൊസസീവ് പ്രോനൗൺ രൂപങ്ങളുണ്ട്. പൊസസീവ് പ്രൊനൗൺ രൂപങ്ങൾ ഏതെങ്കിലും ചോദിച്ചാൽ ഐ ആണെങ്കിൽ മൈന്, മൈൻ, അവർ അല്ലെങ്കിൽ അവേഴ്സ്, അവർ അല്ലെങ്കിൽ അവേഴ്സ്, അതുപോലെ യുവേഴ്സ്. സത്യത്തിൽ ഇവിടെ അവേഴ്സ് എന്നാണ് വരേണ്ടിയിരുന്നത്, നമുക്കിപ്പോൾ അതിൽ വെച്ചിട്ട് അവർ പറയാം. യുവേഴ്സ്, അതുപോലെ ഹിസ്, ഹെർ, ഹെർസ് അല്ലെങ്കിൽ ഹെർ, അതുപോലെ ഇറ്റ്സ്, ദയേഴ്സ്. ഇത് വരുന്ന എല്ലാം പൊസസീവ് പ്രൊനൗണുകളാണ്. പൊസസീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഏതൊക്കെയാണ്? മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹെർസ്, ഇറ്റ്സ്, ദയേഴ്സ്. ലാസ്റ്റ് റിഫ്ലക്സീവ് പ്രൊനൗൺ ഉണ്ട്. റിഫ്ലക്സീവ് പ്രൊനൗൺ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയും. റിഫ്ലക്സീവ് പ്രൊനൗൺ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രൊനൗണുകളുണ്ട്. നമുക്ക് ഐ ആണെങ്കിൽ മൈസെൽഫ്, അതുപോലെ അവർ സെൽസ്, അതുപോലെ യുവർ സെൽഫ് അല്ലെങ്കിൽ യുവർ സെൽഫ് എന്നും പറയാം, യുവർ സെൽസ് എന്നും പറയാം. അതുപോലെ ഹിംസെൽഫ്, അതുപോലെ ഹെർസെൽഫ്, അതുപോലെ ഇറ്റ്സെൽഫ്, അതുപോലെ ദം സെൽസ്. നോക്കിയേ, ഇതിൽ ചിലത് ഞാൻ സെൽസ് എന്ന് എഴുതി, VES എന്ന് എഴുതി, ചിലത് സെൽഫ് എന്ന് എഴുതി. ഈ സെൽഫ് വരുന്നതെല്ലാം സിംഗുലാർ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളും സെൽസ് വരുന്നതെല്ലാം പ്ലൂറലായിട്ടും ഉപയോഗിക്കുന്നു. ഓർമ്മയിലിരിക്കാം. ഓക്കെ, ഇതാണ് പ്രോനൗണും അതിന്റെ ക്ലാസിഫിക്കേഷൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ, യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഉചിതമായിട്ടുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വി വിൽ മീറ്റ് ഡാഷ് ദ എയർപോർട്ട്. അറ്റുണ്ട്, ഇന്നുണ്ട്, ഓഫ് ഉണ്ട്, ടു ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് അറ്റാണ്. അതായത് അറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ കൃത്യസമയം, കറക്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിച്ചിട്ട് പറയാം. അതുപോലെ ആഘോഷങ്ങളുടെ പേരിൽ എന്ത് ചേർക്കാം? അറ്റ് ചേർത്തിട്ട് പറയാം. വയസ്സിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം മക്കളെ? വയസ്സിന് മുന്നിൽ അറ്റ് ചേർത്തിട്ട് പറയാം. വയസ്സിന് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? അറ്റ് ചേർത്തിട്ട് പറയാം. അതുപോലെ എന്ത് നമ്മുടെ കൃത്യ സ്ഥലങ്ങളാണെങ്കിൽ, അതായത് ഫിക്സഡ് പ്ലേസ് അല്ലെങ്കിൽ കൃത്യ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചേർക്കാം? അറ്റ് ചേർത്തിട്ട് പറയാം. ഇവിടെ ഒരു കൃത്യ സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അറ്റ് ചേർത്തിട്ട് പറയാം. വില, അതുപോലെ എണ്ണം, അതുപോലെ തൂക്കം. വില, എണ്ണം, തൂക്കം എന്നിവയ്ക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം? അറ്റ് ചേർത്തിട്ട് പറയാം. മറക്കരുത്, വില, എണ്ണം, തൂക്കം എന്നിവയ്ക്ക് മുന്നിൽ അറ്റ് ചേർത്തിട്ട് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. തന്നിരിക്കുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാനാണ്. ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഹി സെഡ് വിൽ യു ഹാവ് എ സീറ്റ്. ഇപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആസ്ക്ഡ് ഉപയോഗിക്കാം, അതുപോലെ എൻക്വയർഡ് ഉപയോഗിക്കാം, ആസ്ക്ഡ് ഉപയോഗിക്കാം, അതുപോലെ ടോൾഡ് ഉപയോഗിക്കാം, അതുപോലെ റിക്വസ്റ്റഡ് എന്ന് ഉപയോഗിക്കാം, അതുപോലെ എന്തുപയോഗിക്കാം? റിക്വസ്റ്റഡ് എന്ന് ഉപയോഗിക്കാം, അതുപോലെ എന്തുപയോഗിക്കാം? നമ്മുടെ കമാൻഡഡ് എന്ന് ഉപയോഗിക്കാം, അതുപോലെ അഡ്വൈസ്ഡ് എന്ന് ഉപയോഗിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ടു ചേർത്ത് സെന്റൻസ് എടുത്തെഴുതുക. മറക്കരുത്, സെന്റൻസ് യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതാം. നോക്കിയേ, തന്നിരിക്കുന്നതില് വിൽ യു ഹാവ് എ സീറ്റ്. ഇവിടെ വിൽ യു നമുക്ക് വേണ്ട, ഒഴിവാക്കി കളയുക. ടു ചേർത്ത് സെന്റൻസ് അതുപോലെ എഴുതുക. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? എന്ത് ചെയ്യുന്നു? ഹി ആസ്ക്ഡ്, ഒന്നാമത്തില് ഹി ടോൾഡ് മീ ടു സീറ്റ് എന്നേ ഉള്ളൂ. ഹാവ് വെർബായിട്ടാണ് വന്നിരിക്കുന്നത്, എ സീറ്റ് ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം?
രണ്ടാമത്തേൽ ഹി ആസ്ക്ഡ് മീ ടു ഹാവ് എ സീറ്റ്. ടു ഹാവ് എ സീറ്റ് സെന്റൻസ് മാറ്റില്ല. ഹി ആസ്ക്ഡ് മീ ടു സിറ്റ് എന്നാണ് കിടക്കുന്നത്, വരില്ല. അടുത്ത ഹി ആസ്ക്ഡ് മീ ടു ബി സീറ്റഡ് എന്നാണ് കിടക്കുന്നത്, വരില്ല. എന്ത് ചെയ്യുന്നത്? ബി ടു ഒന്നും ആക്കണ്ട, സെന്റൻസ് മാറ്റില്ല ചെയ്യുന്നത്. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി. ഇപ്പൊ മറ്റൊരു ചോദ്യം വേണമെങ്കിൽ നോക്കാം. ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ ഡോർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഹി സെഡ്. നമുക്ക് പറയാം ഹി കമാൻഡഡ് എന്നോ ഹി ഓർഡേർഡ് എന്നോ അങ്ങനെ ഏതെങ്കിലും ചേർക്കുക. ടു ചേർത്ത് സെന്റൻസ് അതുപോലെ എഴുതുക. ഹി കമാൻഡഡ് ടു ക്ലോസ് ദ ഡോർ. സെന്റൻസ് മാറ്റമില്ലാതെ എടുത്തെഴുതാം. അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ടു മീൻസ് ടു മീൻ ദ സെയിം ആസ് ദ ഇഡിയം ഗിവൺ ബിലോ. ആ തന്നിരിക്കുന്ന ഇഡിയത്തിന് ഉചിതമായിട്ടുള്ള അർത്ഥം വരുന്ന വാക്ക് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ആർ യു ഓക്കെ? ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. യു ലുക്ക് എ ബിറ്റ് ഡൗൺ ഇൻ ദി മൗത്ത്. ഡൗൺ ഇൻ ദി മൗത്ത് എന്ന ശൈലിയുടെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞൂടാന്ന് വെച്ചോ, എന്നാലും നമുക്ക് കണ്ടെത്താം. യു ആർ ഓക്കെ. എന്ത് ചെയ്യുന്നുള്ളൂ? നീ ഓക്കെ ആണോ? ആർ യു ലുക്ക് എ ബിറ്റ് ഡാഷ്. അൺഹാപ്പി ഓപ്ഷനിലുണ്ട്, അതേപോലെ ആംഗ്രി ഓപ്ഷനിലുണ്ട്, ഹംഗ്രി ഉണ്ട്, സിക്ക് ഉണ്ട്. എന്ത് പറയാൻ മക്കളെ? ഡൗൺ ഇൻ ദി മൗത്ത് മീൻസ് അൺഹാപ്പി എന്നാണ് അർത്ഥം. ഡൗൺ ഇൻ ദി മൗത്ത് മീൻസ് അൺഹാപ്പി. മറക്കല്ലേ, ഡൗൺ ഇൻ ദി മൗത്ത് മീൻസ് അൺഹാപ്പി എന്നാണ് കേട്ടോ. അതുപോലെ കീപ്പ് ആൻ ആംസ് ലെങ്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കീപ്പ് ആൻ ആംസ് ലെങ്ത് എന്ന് പറഞ്ഞ കീപ്പ് ആൻ ആംസ് ലെങ്ത് പറഞ്ഞു നോക്കിയേ. കീപ്പ് ആൻ ആംസ് ലെങ്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കീപ്പ് എ ഡിസ്റ്റൻസ് എന്നാണ്. കീപ്പ് ആൻ ആംസ് ലെങ്ത് കീപ്പ് എ ഡിസ്റ്റൻസ് എന്നാണ്. അതേപോലെ എന്ത് ചെയ്യുന്നു? അടുത്ത് വരുന്നതാണ് അണ്ടർ വൺസ് തമ്പ് എന്ന് പറഞ്ഞ അർത്ഥം പറ. അണ്ടർ വൺസ് തമ്പ് എന്ന് പറഞ്ഞ അണ്ടർ വൺസ് തമ്പ്. അണ്ടർ വൺസ് കൺട്രോൾ എന്നാണ്. അണ്ടർ വൺസ് തമ്പ് അണ്ടർ വൺസ് കൺട്രോൾ എന്നാണ്. അതുപോലെ എന്ത് ചെയ്യും? മറ്റൊരെണ്ണമാണ് നെക്ക് ആൻഡ് നെക്ക് എന്ന് പറഞ്ഞ അർത്ഥം പറ. നെക്ക് ആൻഡ് നെക്ക് മീൻസ് ഈക്വൽ ലെവൽ എന്നാണ്. നെക്ക് ആൻഡ് നെക്ക് മീൻസ് ഈക്വൽ ലെവൽ എന്നാണ്. ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാലോ? ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ വെരി ക്ലോസ് റിലേഷൻസ് ആണ്. ഹാൻഡ് ഇൻ ഹാൻഡ് വെരി ക്ലോസ് റിലേഷൻസ് ആണ്. ടു സീ റെഡ് എന്ന് പറഞ്ഞാലോ? ടു സീ റെഡ് ബിക്കം ആംഗ്രി എന്നാണ്. ടു സീ റെഡ് മീൻസ് ബിക്കം ആംഗ്രി എന്നാണ്. സേവ് വൺസ് ഫേസ് എന്ന് പറഞ്ഞാലോ? സേവ് വൺസ് പ്രസ്റ്റീജ് എന്നാണ്. അഭിമാനം കാത്തു സൂക്ഷിക്കുക. സേവ് വൺസ് പ്രസ്റ്റീജ് എന്നാണ്, മറക്കരുത്. അടുത്ത നോക്കിയേ. എ ഡാഷ് ഓഫ് ഡോൾഫിൻസ്. ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ചോദ്യത്തില് ഡോൾഫിന്റെ ഉചിതമായിട്ടുള്ള കളക്റ്റീവ്. സ്കൂളുണ്ട്, ഷോളുണ്ട്, അതുപോലെ ഷവറുണ്ട്, പോഡുണ്ട്. ഉത്തരമായിട്ട് വരുന്നത് പോഡാണ്. ഡോൾഫിന്റെ കളക്റ്റീവാണ് പോഡ് ഓഫ് ഡോൾഫിൻ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണുകളുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേരാണ് കളക്റ്റീവ് നോൺ. ഒരു 2-3 മാർക്ക് കളക്റ്റീവ് നോൺ ചോദിക്കാറുണ്ട്. കളക്റ്റീവ് നോൺ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റുകളായിരിക്കും. നമുക്ക് ഇവിടെ ഡോൾഫിൻസ് എന്ന് കിടക്കുന്ന പ്ലൂറലാണ്. പക്ഷെ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും സിംഗുലാർ വെർബ് ആയിരിക്കും. തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലാർ. കളക്റ്റീവ് നൗൺ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ്. കളക്റ്റീവ് നൗൺ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ്, മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഇനി കളക്റ്റീവ് നൗണുകളെ കുറിച്ചാണ് പറയുന്നത്. സ്കൂൾ ഓഫ് വരുന്ന സാധനം ഏതാ? സ്കൂൾ ഓഫ് നിങ്ങളിങ്ങനെ പഠിക്കുക. സ്കൂളിൽ പഠിക്കുമ്പോൾ ഷോൾ ഉപയോഗിച്ച് മീൻ പിടിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയാറുണ്ട്. ഫിഷിന്റെ കളക്റ്റീവ് നൗൺ ആണ്. ഷോൾ ഓഫ് ഫിഷ് എന്ന് പറയാറുണ്ട്. ക്യാച്ച് പിടിക്കുക, ക്യാച്ച് ഓഫ് ഫിഷ് എന്ന് പറയാറുണ്ട്, അല്ലേ? അതുപോലെ പോലീസിന്റെ കളക്റ്റീവ് നൗൺ ആണ് പോസ് ഓഫ് പോലീസ്. POSSE പോസ് ഓഫ് പോലീസ്, പെട്രോൾ ഓഫ് പോലീസ്. കൾച്ചർ ഓഫ് ആണെങ്കിൽ ഒരു കളക്റ്റീവ് നൗൺ കൾച്ചർ ഓഫ് ബാക്ടീരിയ എന്നാണ്. കൾച്ചർ ഇല്ലാത്ത ആൾക്കാർക്ക് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് പഠിച്ചാൽ മതി. കൾച്ചർ ഓഫ് ബാക്ടീരിയ. അതുപോലെ പാർട്ടി ആണെങ്കിൽ പാർട്ടി ഓഫ് ഫ്രണ്ട്സ് എന്നാണ്. അതുപോലെ പ്രൈഡ് ആണെങ്കിൽ
പ്രൈഡ് ഓഫ് ലയൺ ആൻഡ് പീകോക്ക് എന്നാണ്. പ്രൈഡ് ഓഫ് ലയൺ കോമ പീകോക്ക്. ലയൺ പീകോക്കുകളുടെ ഒക്കെ കളക്ടറാണ് പ്രൈഡാണ്. അതുപോലെ ആൽബം ഓഫ് ആണെങ്കിൽ ആൽബം ഓഫ് സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങളെല്ലാം ആൽബം എന്ന് പറഞ്ഞാൽ മതി. ആൽബം ഓഫ് ഫോട്ടോ, ഓട്ടോഗ്രാഫ്, സ്റ്റാമ്പ്. ഫോട്ടോ, ഓട്ടോഗ്രാഫ്, സ്റ്റാമ്പ്. ഹൈവ്, HIVE, ഹൈവ് എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂടെന്നാണ്. ഹൈവ് ഓഫ് ബീസ് എന്നാണ് പറയുന്നത്. ഹൈവ് ഓഫ് ബീസ്. ഹൈവ് ഓഫ് ബീസ്. കെന്നൽ എന്ന് പറഞ്ഞാൽ പട്ടിക്കൂടെന്നാണ്. കെന്നൽ ഓഫ് ഡോഗ് എന്നാണ് പറയുന്നത്. കെന്നൽ ഓഫ് ഡോഗ്. അതുപോലെ പാക്ക്, PACK, പാക്കറ്റിലാണ് സിഗരറ്റ് വരുന്നതെന്ന് പറഞ്ഞു. പാക്ക് ഓഫ് സിഗരറ്റ് എന്ന് പറയാറുണ്ട്. കാർഡ് എന്ന് പറയാറുണ്ട്. അതുപോലെ ഡോഗ് എന്ന് പറയാറുണ്ട്. അതുപോലെ വൂൾഫ് എന്നും പറയാറുണ്ട്. അപ്പൊ പാക്ക് ഓഫിനകത്ത് വരുന്ന നൗണുകൾ ഏതൊക്കെ? കാർഡ്സ്, സിഗരറ്റ്, ഡോഗ്സ്, വൂൾഫ്. വൂൾഫിന്റെ ഒക്കെ കളക്ടറാണ് പാക്കാണ്. ഇനി ഷവർ ഓഫ് ആണെങ്കിൽ ഔട്ടില്ല. ഷവർ ഓഫ് റെയിൻ എന്നാണ് കേട്ടോ. ഷവർ ഓഫ് റെയിൻ. ഈ ഷവർ തുറന്നാൽ മഴ പോലെ വെള്ളം വരും എന്ന് ഓർത്താൽ മതി. ഷവർ ഓഫ് റെയിൻ. ഷവർ ഓഫ് റെയിൻ. ഓക്കെ, അടുത്ത് നോക്കി. ചേഞ്ച് ദ വോയിസ്. someone has changed my attitude. someone has changed my attitude. ചേഞ്ച് ദ വോയിസ്. അപ്പൊ നോക്കിയേ, നമ്മൾ ഇങ്ങനെ പഠിച്ചു നോക്കിയാ ഹാസ് വരുന്ന സെന്റൻസിൽ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3 വരണം. നോക്ക്, ഹാസ്, അതുപോലെ ഹാവ്, അതുപോലെ ഹാഡ് ഒക്കെ വരുന്ന സെന്റൻസിന്റെ പാസീവ് എഴുതാൻ പറഞ്ഞാൽ ബീൻ പ്ലസ് V3 വരണം. ബീൻ പ്ലസ് V3 വരണം. നോക്ക്, അങ്ങനെ വരുന്ന ഏതുണ്ട്? ഒന്നാമത്തേൽ ബീൻ പ്ലസ് V3 വന്നിട്ടുണ്ട്. രണ്ടാമത്തേൽ ബീൻ പ്ലസ് V3 വന്നിട്ടുണ്ട്. മൂന്നിൽ ബീയിങ് ആണ് വരില്ല. നാലില് ബീയിങ് ആണ്. ഇവിടെ ഒന്നാമത്തേൽ ഹാസ് വന്നിട്ടുണ്ട്. രണ്ടാമത്തേൽ ഹാഡ് ആണ് കിടക്കുന്നത്. നമ്മൾ ഓക്സിലറി ചേഞ്ച് ചെയ്ത് പാസ്റ്റ് ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഓക്സിലറി അത് തന്നെ സിംഗുലാറും പ്ലൂറലും ആക്കിയാൽ മതി. എന്ത് ഒബ്ജക്റ്റിനനുസരിച്ച്. അപ്പൊ നമുക്ക് ഏത് ഉത്തരം വരുന്നു? A ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. മൈ ആറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ സംതിങ്. ബൈ സംതിങ്. ബൈ സംതിങ്. എന്ത് ചെയ്യുന്നു? സംതിങ് എന്നല്ല, സംബഡി എന്നാണ് വരേണ്ടത്. സംബഡി. ബൈ ചേർത്ത് സംബഡി ഒന്നും ചേർക്കാറില്ല. സംബഡി, എനിബഡി ഒന്നും ബൈ ചേർത്ത് ചേർക്കാറില്ല. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ കിടക്കുന്നത് നമുക്ക് അതാണ് ഉത്തരം എന്ന് പറയാം. അടുത്ത ചോദ്യം നോക്കി. ഫൈൻഡ് ഔട്ട് ദ പ്ലൂറൽ ഓർ പ്ലൂറൽസ് ഓഫ് അക്വേറിയം. അക്വേറിയം എന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം ഏതാണ്? നിങ്ങൾ പഠിച്ചോ, UM അവസാനിക്കുന്ന ഒരു വാക്കിന്റെ പ്ലൂറൽ പറയാൻ പറഞ്ഞാൽ UM മാറ്റിട്ട് A എടുക്കുക. റഫറണ്ടം, റഫറണ്ട. ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയ. സാനിറ്റോറിയം, സാനിറ്റോറിയ. സിംബോസിയം, സിംബോസിയ. ഡേറ്റം, ഡേറ്റ. ജിംനേഷ്യം, ജിംനേഷ്യ. ബാക്ടീരിയം, ബാക്ടീരിയ. ഇങ്ങനെ പോകും. ഇനി അക്വേറിയം, അപ്പൊ അതിന്റെ പ്ലൂറൽ ഏതാ? അക്വേറിയ എന്ന് വരും. ഇനി അതുപോലെ തന്നെ അക്വേറിയത്തിന്റെ ഒരു പ്രത്യേകത, അക്വേറിയത്തിന്റെ തന്നെ പ്ലൂറൽ ഫോം അക്വേറിയംസ് എന്നും പറയാറുണ്ട്. അപ്പൊ നമുക്ക് B ഓപ്ഷനും വരാം, ഏതും വരാം. നാലാമത്തെ അക്വേറിയംസ് എന്നും പറയാറുണ്ട്. തെറ്റില്ല. അക്വേറിയംസ് എന്ന് പറയുന്നതിലും തെറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാ? 2ഉം 4ഉം B ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്ക്, US അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ പറയാൻ പറഞ്ഞാൽ US മാറ്റിയിട്ട് I ഇട്ട് കൊടുക്കുക. റേഡിയസ്, റേഡിയൈ. ഫംഗസ്, ഫംഗൈ. സ്റ്റിമുലസ്, സ്റ്റിമുലൈ. ഇങ്ങനെ പോകുന്നു. ഹൈഫൺ ഉള്ള വാക്കുകൾ, നടുക്ക് വര വരുന്ന വാക്കുകളാണെങ്കിൽ ആദ്യ വാക്കിനോടൊപ്പം S ഇട്ട് പറയണം. ആദ്യത്തെ വാക്കിനോടൊപ്പം S ചേർത്ത് പറയുക. സണ്ണിൻലോ പ്ലൂറൽ എങ്ങനെ പറയാം? സണ്ണിൻലോ, സണ്ണിൻലോ, സണ്ണിൻലോ. സൺസിൻലോ. ബ്രദറിൻലോ ആണെങ്കിലോ ബ്രദേഴ്സിൻലോ. സിസ്റ്ററിൻലോ ആണെങ്കിലോ സിസ്റ്റേഴ്സിൻലോ. അതുപോലെ ഗവർണർ ജനറൽ ആണെങ്കിലോ ഗവർണേഴ്സ് ജനറൽ. അറ്റോർണി ജനറൽ ആണെങ്കിലോ അറ്റോർണീസ് ജനറൽ. കോർട്ട് മാർഷൽ ആണെങ്കിലോ കോർട്സ് മാർഷൽ. അങ്ങനെ പറയാം. അടുത്ത് നോക്കി. The students of our school dash given a challenging task yesterday. നമുക്ക് ഓപ്ഷനിൽ വേർ ഉണ്ട്, വാസ് ഉണ്ട്, ഹാവ് ബീൻ ഉണ്ട്, അതുപോലെ നൺ ഓഫ് ദീസ് ഉണ്ട്. ഇവിടെ നോക്കിയേ, സ്റ്റുഡൻസിനനുസരിച്ച് സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ എപ്പോഴും വെർബ് എഴുതുന്നത്. ഇവിടെ സ്റ്റുഡൻസിനനുസരിച്ചാണ് നമ്മൾ വെർബ് എഴുതേണ്ടത്. സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ ആയതുകൊണ്ട് ഉത്തരം പ്ലൂറൽ വരണം. ഇവിടെ നോക്കി, വേർ പ്ലൂറലാണ്, വാസ് സിംഗുലർ, അപ്പൊ അത് വരില്ല. ഹാവ് ബീൻ പ്ലൂറലാണ്, അത് ഉത്തരം വരാം. ഇത് രണ്ടിൽ ഏത് വേണം വരാം. നൺ ഓഫ് ദിസ് വേണ്ട. ഇനി ഇവിടെ ഹാവ് ബീൻ എഴുതുമോ വേർ എഴുതുമെന്ന് എങ്ങനെ മനസ്സിലാക്കാം? യെസ്റ്റർഡേ എന്ന വാക്ക് വന്നിരിക്കുന്നുണ്ട്, അത് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വേറോട് ഉത്തരമായിട്ട് എഴുതാം. ഹാവ് ബീൻ പറയില്ല. സിമ്പിൾ പാസ്റ്റ് ഹാസ്. ഹാവ് എന്നൊക്കെ പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്, വേറാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ഹാവ് ഡാഷ്
terrible headache. Now as I could not sleep last night, choose the suitable article എന്നാണ് ചോദിച്ചിരിക്കുന്നത്. I have a ഉണ്ട്, an ഉണ്ട്, the ഉണ്ട്. I have a terrible headache. Terrible ടൈലാണ് തുടങ്ങുന്നത്, ഉച്ചാരണം വെച്ചിട്ട് a terrible, ഒരു എന്നർത്ഥത്തിൽ a terrible. എനിക്കൊരു ഹെഡേക്ക്, വലിയൊരു ഹെഡേക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ല. എ ആണ് ഉത്തരമായിട്ട്. അടുത്ത് നോക്കിയേ, അവർ സ്റ്റുഡൻസ് എ പാർട്ട്, ഹാവ് ബി പാർട്ട്, ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ സി പാർട്ട്. അപ്പൊ ഐഡന്റിഫൈ ദ റോങ് പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോങ് ആയിട്ടുള്ള പാർട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ബി സി. അതേപോലെ നാലാമത്തെ ഓപ്ഷൻ ദിസ് ഈസ് എ കറക്റ്റ് സെന്റൻസ്. നമുക്ക് സെന്റൻസ് നോക്കാം. അവർ സ്റ്റുഡൻസ് തെറ്റൊന്നുമില്ല, കാരണം പ്ലൂറൽ ആണ്. ഹാവ് അവിടെ പ്ലൂറൽ വന്നിരിക്കുന്നു. ജസ്റ്റ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. ദി ജസ്റ്റ്, ജസ്റ്റ് നൗ ഒക്കെ വരുന്ന സെന്റൻസ് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഒരു കോഡ് വെച്ചിട്ട് പഠിച്ചു. രാജ് RAJ, രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന് പഠിച്ചു. ഇതാണ് ആ കോഡ്. പ്രസന്റ് പെർഫെക്റ്റ് വരുന്ന സെന്റൻസുകൾ. ആറിൽ വരുന്ന വാക്ക് റീസെന്റ്ലി, എയിൽ വരുന്ന വാക്ക് ഓൾറെഡി, അതേപോലെ ജെയിൽ വരുന്ന രണ്ട് വാക്ക് ജസ്റ്റ്, അതുപോലെ ജസ്റ്റ് നൗ, ജസ്റ്റ് നൗ. വൈയിൽ വരുന്ന വാക്ക് യെറ്റ്, എല്ലിൽ വരുന്ന വാക്ക് ലേറ്റ്ലി, ഈ വാക്കുകൾ വരുന്ന സെൻസിൽ ഉത്തരം ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആയിരിക്കണം. ആ രീതിയാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ജസ്റ്റ് വന്നിട്ടുണ്ട്, ഹാവ് സ്റ്റുഡൻസ് പ്ലൂറലായിട്ട് ഹാവ് എഴുതി. ഇവിടെ വെർബായിട്ട് ഹാഡ് കിടക്കുന്നു. ഹാഡ് അവിടെ വെർബാണ്, ഓക്സിലറി അല്ല, വെർബാണ്. V3 ഫോമിലെ വെർബാണ്. അതായത് എന്ത് ചെയ്യുന്നൂടെ, ഹാസ് ഹാവ് വെർബായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രസന്റ്, ഹാസ് സിംഗുലാർ, ഹാവ് പ്ലൂറൽ. അതിന്റെ പാസ്റ്റ് ആണ് V2 എന്ന് പറയുന്ന ഹാഡ്, അതിന്റെ V3 ഹാഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഹാഡ് V3 ഫോമിൽ വെർബായിട്ട് എടുക്കാം. ഇവിടെ തെറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല, തെറ്റൊന്നുമില്ല. അവർ സ്റ്റുഡൻസിനനുസരിച്ച് ദെയർ എന്ന പ്രൊനൗൺ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേറെ വ്യത്യാസമില്ല. അപ്പം സെന്റൻസിൽ തെറ്റില്ല. ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ദിസ് സെന്റൻസ് ഈസ് കറക്റ്റ് സെന്റൻസ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത് നോക്കിയേ, he has scarcely admitted his mistake. Add a suitable tag. എപ്പോഴും കുട്ടികൾക്ക് വരുന്നൊരു തെറ്റാണ് ഹി അപ്പോസ്ട്രോഫി എസ് ഇട്ടാൽ എങ്ങനെ വായിക്കാം. നമുക്ക് ഹാസ് എന്നും വായിക്കാം, അതേപോലെ ഈസ് എന്നൊക്കെ വായിക്കാം. ഹാസ്, ഹാവ് എന്നൊക്കെ വായിക്കാം, ഈസ് എന്നൊക്കെ വായിക്കാം. ഇത് എങ്ങനെ മനസ്സിലാക്കാം? തന്നിരിക്കുന്ന ചോദ്യത്തില് വെർബ് നോക്കിയാൽ മതി. വെർബ് എന്ന് പറയുന്നത് നമുക്ക് അഡ്മിറ്റഡ് എന്ന് പറഞ്ഞ V3 അല്ലേ, V3 വരണമെങ്കിൽ ഏത് വരണം? ഹാസ്, ഹാവ് ആയിരിക്കണം. ഹി ആയതുകൊണ്ട് നമുക്ക് ഹാസ് എന്ന് ചേർത്ത് വായിക്കാം. അപ്പൊ വെർബ് നോക്കിയാൽ മതി. വെർബ് ING വല്ലോണെങ്കിൽ ഈസ് എന്ന് നമുക്ക് കരുതാം. വെർബ് V3 വല്ലോണെങ്കിൽ ഹാസ്, ഹാവ് എന്ന് നോക്കാം. ഹി ആയതുകൊണ്ട് നമുക്ക് ഹാസ് എന്ന് ഉച്ചരിക്കാം. ഇവിടെ നമുക്ക് സ്കേഴ്സലി സെന്റൻസ് നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗ്. അപ്പൊ ആ ഹാസും കിട്ടി, ഹീയും കിട്ടി. അപ്പൊ നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഹാസ് ഹി. ബി ഓപ്ഷൻ ആയിട്ടുള്ള ഹാസ് ഹി അവിടെ ഉത്തരമായിട്ട് വരുന്നു. അവിടെ ചോദ്യം നോക്കിയേ, ഹെലനീസ് ഈസ് ദ സാൾട്ട് ഓഫ് ദ എർത്ത് മീൻസ് ഡാഷ്. അപ്പൊ ഹെലൻ ഈസ് വെരി ഡാഷ്. സാൾട്ട് ഓഫ് ദ എർത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ശൈലിയാണ്. സാൾട്ട് ഓഫ് ദ എർത്ത് മീൻസ് ഹാർഡ് വർക്കിംഗ് എന്ന ഓപ്ഷനിലുണ്ട്, ഓണസ്റ്റ് എന്ന ഓപ്ഷനിലുണ്ട്, റിച്ച് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. നോക്കിയേ, നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഓണസ്റ്റ് ആണ്. സാൾട്ട് ഓഫ് ദ എർത്ത് മീൻസ് ഓണസ്റ്റ് പേഴ്സൺ, സത്യസന്ധനായിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വിശ്വസ്തനായിട്ടുള്ളതെന്നാണ് കേട്ടോ. ഓണസ്റ്റ് എന്ന അർത്ഥത്തില് വരുന്നു. അടുത്ത് നോക്കിയേ, ശ്രീലങ്ക ഡാഷ് നിയർ ദ സൗത്ത് ഓഫ് ഇന്ത്യ. ലേ ഓപ്ഷനിലുണ്ട്, ലൈ ഉണ്ട്, ലൈസ് ഉണ്ട്, ലെയ്ഡ് ഉണ്ട്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഓപ്ഷൻ ആയിട്ടുള്ള ലൈസ് ആണ്. ഇനി നോക്കിയേ, ലൈ എന്ന് പറയുന്ന വാക്ക് കൺഫ്യൂസിങ് വേർഡാണ്. ലൈക്ക് രണ്ടർത്ഥം. ഒന്ന് കള്ളം പറയുക എന്ന അർത്ഥം പറയാറുണ്ട്, അതുപോലെ കിടക്കുക എന്ന അർത്ഥം പറയാറുണ്ട്. ഇനി ലൈ കള്ളം പറയുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അതിന് V2 V3 എങ്ങനെ പറയാം? ലൈഡ്, LID, ലൈഡ്. ഇനി കിടക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അതിന് V2 V3 എങ്ങനെ പറയാം? ലൈ കിടക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ലെയിൻ എന്നാണ് പറയുന്നത്. ഇനി ലേക്ക് അർത്ഥമുണ്ട്, ലേ ഇടുക, തറയിലേക്ക് ഇടുക, ഒരു വസ്തു താഴേക്ക് ഇടുക എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. അപ്പൊ അതിന്റെ V2 V3 എങ്ങനെ പറയാം? ലെയ്ഡ് എന്നാണ് കേട്ടോ. ലെയ്ഡ് ഒന്ന് ഓർമ്മയിലിരിക്കുക. ലൈഡ്,
കള്ളം പറയുക എന്ന അർത്ഥത്തിലും, ലൈ കിടക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ലൈ ലേ ലേനും, ലൈ ലേ ഇടുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ലേ ലെയ്ഡ് ലെയ്ഡ് എന്നാണ്. ഇവിടെ നമുക്ക് ശ്രീലങ്ക കിടക്കുന്നു എന്ന അർത്ഥത്തിലല്ലേ പറയുന്നത്, നമുക്കിപ്പോൾ ലൈ പറയാം. ഇപ്പൊ ലൈ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലൂറലാണ് V1, ഇതും പറയാം ഇതും പറയാം. ഇത് രണ്ടിൽ ഏതെങ്ങനെ പറയാം? ശ്രീലങ്ക ഒരു രാജ്യം സിംഗുലാർ ആയതുകൊണ്ട് ലൈസ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് പറയാം. ലേ കിടക്കുക എന്നർത്ഥം, ലെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V3 ആണ്. V3 നമുക്ക് വരില്ല, കാരണം ഹാസ് ഹാവ് ഹാഡ് കഴിഞ്ഞാൽ V3 വരാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം നോക്കിയേ. നോ സൂണർ ഡാഷ് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ അറൈവ്ഡ്. ഐ ഹാഡ് റീച്ച്ഡ് ഉണ്ട്, അതുപോലെ നമുക്ക് വെൻ ഐ റീച്ച്ഡ് ഉണ്ട്, ഹാഡ് ഐ റീച്ച്ഡ് ഉണ്ട്, ഹാവ് ഐ റീച്ച്ഡ് ഉണ്ട്. ഈ നോ സൂണർ വരുന്ന സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ നോ സൂണർ വരുന്ന സെൻറ്റൻസുകളിൽ തുടർന്ന് വരുന്നത് ഓക്സിലറി വെർബായിരിക്കും. അതും ഹാഡ് ഉപയോഗിക്കാം, അതുപോലെ ഡിഡ് ഉപയോഗിക്കാം. ഹാഡ് അല്ലെങ്കിൽ ഡിഡ് വരണം, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വെർബ് ഒന്നെങ്കിൽ V3 അല്ലെങ്കിൽ ഏത് വരണം നമ്മളെ V1, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ദാൻ വരണം, അത് കഴിഞ്ഞിട്ട് ദാൻ വരണം. ഈ ഒരു രീതി ഒന്ന് ഓർമ്മയിലിരുന്നാൽ മതി. നോ സൂണർ പ്ലസ് ഹാഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ഓർ V1 പ്ലസ് ദാൻ. നോ സൂണർ കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹാഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരണം, അതിൻ്റെ ഹാഡ് ആണ് ഉപയോഗിക്കുമെങ്കിൽ V3 ഫോമിൽ വെർബും, ഡിഡ് ആണെങ്കിൽ V1 ഫോമിൽ വെർബ് ഉപയോഗിക്കുക, ദാൻ വരണം. അടുത്ത് ആ രീതി നോക്കിയേ. ഇവിടെ നോ സൂണർ കഴിഞ്ഞിട്ട് ഇവിടെ സബ്ജക്റ്റ് ഐ ആണ് കിടക്കുന്നത്, ഐ വരില്ല. ഇവിടെ വെൻ ആണ് കിടക്കുന്നത്, വരില്ല. ഇവിടെ ഹാഡ് ആണ് കിടക്കുന്നത്, ഹാഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഏത് ഓപ്ഷൻ? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്, മറക്കരുത്. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ സീരീസ് ആണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി മെയിൻസ്, ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുള്ള PYQ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. ആ ടോപ്പിക്കുകളൊന്നും കൂടെ റിവൈസ് ചെയ്യുക.